എൻ്റെ +2 അവധിക്കാലത്തൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി ടൗണിലെ ഒരു കടയിൽ കുറച്ച് നാൾ ഞാൻ ജോലിക്ക് നിന്നു. അപ്പോൾ ആ കടയിലെ തന്നെ എന്നെപ്പോലെ സെയിൽസിൽ നിൽക്കുന്ന എന്നേക്കാൾ 4 വയസ്സ് മൂത്ത ചേച്ചിയുമായി എല്ലാം ഒന്ന് ആസ്വദിക്കാൻ കിട്ടിയ എൻ്റെ അനുഭവമാണ് ഇന്ന് ഞാൻ പറയുന്നത്. എൻ്റെ പേര് ജോബിൻ എന്നാണ്. വീട് ഇടുക്കിയിലാണേ. കുറച്ച് ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ടൗണിലാണ് ഞാൻ ജോലിക്ക് വേണ്ടി പോയത്. ജോലിക്ക് വേണ്ടി പോയതിൻ്റെ പ്രധാന കാരണം പുതിയൊരു ഫോൺ വാങ്ങാനുള്ള കാശ് ഒപ്പിക്കണം, അതായിരുന്നു. പക്ഷെ അതിനൊപ്പം ഇങ്ങനെയൊരു സൗഭാഗ്യം എനിക്ക് കിട്ടും എന്ന് ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചതല്ല. വെറുതെ കാര്യങ്ങൾ പറഞ്ഞു വലിച്ചു നീട്ടാതെ നമ്മുടെ പ്രധാന കഥയിലേക്ക് വരാം അല്ലേ. എൻ്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു തുണിക്കടയിലാണ് ഞാൻ ജോലിക്ക് വന്നത്. കൂട്ടുകാരെല്ലാവരും പല സ്ഥലത്തായി ജോലിക്ക് കയറി. ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൽ ഞാനും എന്നെക്കൂടാതെ മീര ചേച്ചിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചിയെപ്പറ്റി പറഞ്ഞാൽ കാണാൻ അതീവ സുന്ദരിയാണ്. ഭയങ്കരമായിട്ട് വെളുത്തിട്ടല്ലെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗി. പ്രത്യേകിച്ച് കഴുത്ത് കൂടുതലായി ഇറങ്ങിയ വേഷങ്ങളാണ് ചേച്ചി ധരിക്കാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റോക്ക് എടുക്കാൻ റൂമിൽ കയറുമ്പോഴും പിന്നെ മുകളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോഴുമെല്ലാം എനിക്ക് നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ സീനുകൾ ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ചേച്ചിക്ക് നല്ല രീതിയിൽ ചുറ്റിക്കളികളുണ്ടെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നു. 2 വർഷത്തോളമായി ആ കടയിൽ ചേച്ചി നിൽക്കുന്നു. അതുകൊണ്ട് ഓണർ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. അത്രയ്ക്ക് വിശ്വാസമാണ് ചേച്ചിയെ. കസ്റ്റമറൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഞാനും ചേച്ചിയും മാത്രമേ ഷോപ്പിൽ കാണാറുള്ളൂ. ചേച്ചി കൂടുതലും ഷോൾ ഇടാത്ത തരത്തിലുള്ള വേഷങ്ങളൊക്കെയാണ് ധരിക്കാറ്. എനിക്കിപ്പോഴും ചേച്ചി ഫോണിൽ ആരോടെങ്കിലും കൊഞ്ചിക്കുഴയുന്നത് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചേച്ചി ഫോൺ ടേബിളിൽ വെച്ചിട്ട് ടോയ്ലറ്റിൽ പോയി. ചേച്ചിയുടെ ഫോണിൽ ചറപറ മെസ്സേജുകൾ വരുന്നു. ഇതാരോടാണ് എന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ആ ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഭാഗ്യത്തിന് എനിക്ക് ചേച്ചിയുടെ പാസ്വേഡ് അറിയാമായിരുന്നു. അതിൽ നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ ശരിക്കുമുള്ള സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലായത്. ഇവർ തമ്മിൽ മറ്റു പല രീതിയിലുള്ള ചാറ്റുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. അതും ചേച്ചിയുടേതായ എല്ലാം കാണാവുന്ന രീതിയിലുള്ള ചില ഫോട്ടോകളും അതിൽ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എനിക്ക് വല്ലാത്ത കൊതി തോന്നി തുടങ്ങി. ഞാൻ വേഗം തന്നെ ആ ഫോട്ടോകൾ എൻ്റെ ചാറ്റിനോട്ട് അയച്ചു. എന്നിട്ട് ഡിലീറ്റ് ചെയ്തു ചാറ്റ്. ആദ്യം ചേച്ചിയുടെ ഫോൺ അവിടെ വെച്ച് എൻ്റെ ഫോണിൽ ഞാൻ ഇതല്ല കണ്ണു കുളിർക്കെ കണ്ടാസ്വദിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കസ്റ്റമർ വന്നത്. ഞാനതുകൊണ്ട് ഫോൺ വേഗം ടേബിളിൽ കമഴ്ത്തി വെച്ചു. ഞാൻ കസ്റ്റമറെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചി തിരിച്ചെത്തി. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൻ്റെ മുകളിലായിരുന്നു ഞാൻ ഫോൺ വെച്ചത്. ചേച്ചി ഫോൺ എടുത്ത് മാറ്റി വെച്ചതും സ്ക്രീൻ നിന്ന് ഞെട്ടിപ്പോയി. ഫോൺ ഞാൻ ധൃതിയിൽ ലോക്ക് ചെയ്യാതെയാണ് പോയത്. ഇതെന്താടാ ഇത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വേഗം തന്നെ കസ്റ്റമർക്ക് അവരുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് വേഗം ചേച്ചിയുടെ അടുത്ത് വന്നു. എന്താ ചേച്ചി പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. നിൻ്റെ ഫോണിൽ എങ്ങനെയാണ് എൻ്റെ ഫോട്ടോസ് വന്നത്? അത് പിന്നെ ചേച്ചിയുടെ ഫോണിൽ ഞാൻ അങ്ങനെയുള്ളത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത കൊതി. അതുകൊണ്ട് ഞാൻ സെൻഡ് ചെയ്തെടുത്താണ്. ചേച്ചിനോട് ക്ഷമിക്കണം. ഇമ്മാതിരി പോക്കൃത്തരം കാണിച്ചിട്ട് ക്ഷമിക്കണമെന്ന് പറയാൻ നിനക്ക് നാളമില്ലടാ എന്നോട് ചോദിച്ചു. ചേച്ചി ചെയ്യുന്നതും പോക്കൃത്തരം തന്നെയല്ലേ? ഞാനൊന്ന് കണ്ടു, അതിനെന്താ കാണിക്കാൻ? ഞാൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും അതൊക്കെ നീ എന്തിനാ എടുത്ത് നോക്കുന്നത്? അവൻ ഓരോന്നും പറഞ്ഞ് ഞാനും ചേച്ചിയും തമ്മിൽ വഴക്കായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ചേച്ചീനോടൊന്നും മിണ്ടുന്നത്. മിണ്ടിയപ്പോൾ തന്നെ എന്നോട് ആദ്യം ചോദിച്ചത്, നീ എന്തിനാണ് അതൊക്കെ അയച്ചെടുത്തതെന്ന്. ചേച്ചി അവർക്ക് അയച്ചു കൊടുത്തെന്തിനാണ്? ആ ഒരു ഉദ്ദേശം തന്നെയാണ് എനിക്കും എന്ന് കൂട്ടിക്കും എന്ന ഒരു മടിയും കൂടാതെ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. കാരണം ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് എനിക്ക് ഏറെക്കുറെ വ്യക്തമായല്ലോ. പിന്നെ ഞാനെന്തിനു മടിക്കണം? അത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഞാൻ ചേച്ചിയുടെ കുഴിയിൽ നോക്കുമ്പോൾ ചേച്ചി പ്രത്യേകിച്ച് മൂടിയിടാറോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറോ ഇല്ല. ആദ്യം വിചാരിച്ചതാദ്യം ചേച്ചി ശ്രദ്ധിക്കാത്തതാവുമെന്നാണ്. പക്ഷേ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലായപ്പോഴാണ് അറിഞ്ഞുകൊണ്ട് തന്നെ കാണിച്ചു തരുന്നത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, ഞാൻ അവർക്ക് അയച്ചു കൊടുത്തെങ്കിൽ അവർ ഞാൻ തമ്മിൽ അത്രയ്ക്ക് കൂട്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. ചേച്ചിയെങ്കിൽ എന്നെയും അവരുടെ കൂട്ടങ്ങൾ കൂട്ടാമോ? എൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്നേക്കാൾ പ്രായത്തിലേതാണ്? ഞാനെങ്ങനെയാണ് നിന്നെ? പ്രായമൊന്നും ചേച്ചി നോക്കണ്ട, താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതി. ചേച്ചി എന്നിട്ട് എന്നോട് ചോദിച്ചു, ഫോട്ടോ കണ്ടിട്ട് നീ എന്താ ചെയ്യുന്നതെന്ന്. എല്ലാവരും ചെയ്യുന്നത് തന്നെ, രാത്രി വീട്ടിൽ പോയിട്ട് ഞാൻ. അമ്പടെ കള്ളാ, ഞാനായിരുന്നല്ലേ നിൻ്റെ ഇര. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പല ദിവസങ്ങളിലും എനിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ വെച്ച് അങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ആ യോഗം എനിക്ക് കിട്ടിയത്.
പല അവസരങ്ങളും എനിക്ക് ചേച്ചി എന്നെ ഒരുക്കി തന്നു. ആളില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഉള്ളിലുള്ള മുറിയിൽ പോയി അത്യാവശ്യം വേണ്ടതെല്ലാം എടുക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ ആദ്യത്തെ മണിക്കൂർ ഇതൊക്കെ തന്നെയായിരിക്കും പരിപാടി. അത് കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കാറ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായി നിറയെ പ്രൈവസി ഈ ഷോപ്പിലുണ്ടല്ലോ.